വഴിയും വെള്ളവുമില്ലാതെ പരാധീനതകൾക്ക് നടുവിൽ കഴിയുകയാണ് കോട്ടയം പള്ളം വരമ്പിനകം ചിറയിലെ 11 കുടുംബങ്ങൾ. കൊടൂരാറിൻ്റെ തീരത്ത് കഴിയുമ്പോഴും കുടിവെള്ളം വില കൊടുത്തു വാങ്ങുകയാണ് ഇവർ. കൊടൂരാറിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഈ വീടുകളിലേക്കുള്ള ഏക വഴി. വഴിയും വെള്ളവും ലഭിക്കാൻ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. കോട്ടയം നഗരസഭാ പരിധിയിൽ പഴയ നാട്ടകം പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് വഴിയും വെള്ളവുമില്ലാതെ 11 കുടുംബങ്ങൾ ദുരിതത്തിൽ കഴിയുന്നത്. ഈ വീടുകൾക്ക് മുന്നിലൂടെയാണ് കൊടൂരാർ ഒഴുകുന്നത്. എന്നാൽ കുടിവെള്ളം വില കൊടുത്ത് വാങ്ങണം. 1 കിലോമീറ്റർ അകലെ വരെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ എത്തുന്നുണ്ട്. എന്നാൽ ഈ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ നഗരസഭയോ വാട്ടർ അതോറിറ്റിയോ നടപടി സ്വീകരിച്ചിട്ടില്ല. ഈയിടെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് തന്ന് ഇതൊക്കെ അറ്റത്ത് വീട്ടിൽ കൊണ്ട് ടാങ്കൊക്കെ നിറച്ചിട്ടിരിക്കുന്നുണ്ടോ പഞ്ചായത്തിൽ വെള്ളമാണ്. അത് വിളിക്കണം അവരെ വിളിച്ച് അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒരു തരില്ല തരത്തില്ല. ഇരുചക്ര വാഹനമെങ്കിലും എത്തുന്ന ഒരു വഴി എന്നത് ദീർഘകാലമായി ഈ കുടുംബങ്ങളുടെ ആവശ്യമാണ്. നിലവിൽ കൊടൂരാറിൻ്റെ സംരക്ഷണ ഭിത്തിയിലൂടെയാണ് ഇവർ വീടുകളിലേക്ക് എത്തുന്നത്. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഈ സംരക്ഷണ ഭിത്തി. അതിനു മുൻപ് തകർന്ന പുറംബണ്ടിലൂടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെയും മറ്റും വാഹന സൗകര്യമുള്ളിടത്തേക്ക് എത്തിക്കുക വളരെ ക്ലേശകരമാണ്. ഒരു ആശുപത്രി പോക്ക് കാര്യങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊന്ന് പോകുക അതിനായിട്ട് വാഹനം ഉണ്ടെങ്കിൽ തന്നെ അതേ ചെന്ന് കയറിപ്പോകുക വളരെ ബുദ്ധിമുട്ടുകളാണ്. ആ സമയത്തൊന്നും ചെന്നെത്താൻ പറ്റുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അധികാരികൾ കണ്ണ് തുറക്കണം. കാരണം മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് കിട്ടിയിരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോൾ കിട്ടാനാണ്. അപ്പോൾ എനിക്കിപ്പോൾ വയസ്സ് ഏറെക്കുറെ ഒരു 65 ആയി. ഇനിയിപ്പം കിട്ടിയാലും എന്തുമാത്രം പറയപ്പെടും. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു സൗകര്യം കിട്ടണം. അത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടുകൾ പലതും ശോചനീയാവസ്ഥയിലാണ്. സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മൂലം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും പലർക്കും നടത്താനായിട്ടില്ല. വഴിയില്ലാത്തതുമൂലം കിടപ്പ് രോഗിയായ പിതാവിനെയും കൂട്ടി ഒരു കുടുംബം ഇവിടെ നിന്നും വാടക വീട്ടിലേക്ക് താമസം മാറി. പെരയുടെ മെയിൻ്റനൻസ് കൊണ്ട് ചെയ്ത് നടക്കത്തില്ല. കാരണം ഒരു സാധനം ഇറക്കിയാൽ അത് ഇവിടെ കൊണ്ടുവന്ന് പറ്റിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അന്ന് മുതലേ പെരയുടെ 89 ഇവിടെ താമസിക്കാൻ തുടങ്ങിയാലും പെരയുടെ മെയിൻ്റനൻസ് പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കാത്ത കാരണം പെര ഇങ്ങനെ കിടക്കുകയാണ്. പെര ഏത് നിമിഷവും വീഴുക. അതെൻ്റെ തന്നെയല്ല, ഇവിടെയുള്ള സകല മനുഷ്യരുടെയും പെര ഇതേ അവസ്ഥയിലാണ്. ഈ വീടുകൾക്ക് പിന്നിൽ പതിറ്റാണ്ടുകളായി തരിശായി കിടക്കുന്ന പാടമാണ്. ഈ ഭാഗത്ത് ഭൂമി ഏറ്റെടുത്ത് തങ്ങൾക്ക് വഴി നിർമ്മിച്ച് നൽകണമെന്നും വീടുകളിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്നുമാണ് അധികൃതരോട് ഈ കുടുംബങ്ങളുടെ അഭ്യർത്ഥന. അമൃത ന്യൂസ്, കോട്ടയം.